പാടുകളുണ്ടായി, മൊത്തം ഇടിഞ്ഞു വീണു. ദേശീയപാതയുടെ പിന്നെ സൈഡ് പ്രൊട്ടക്ഷൻ പല സോയിൽ നെയിലിംഗ് ചെയ്തെടുത്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക. ഇനി സോയിൽ നെയിലിംഗ് വേണ്ടാന്ന് അവിടെ യോഗം കൂടി ഞങ്ങൾ തീരുമാനിച്ച് അവിടെ ജനങ്ങൾ സമരം നടത്തി. ഇപ്പം റീറ്റെയിനിങ് വാള്, സൈഡ് പ്രൊട്ടക്ഷൻ സ്ട്രെങ്ത് ഉള്ള റീറ്റെയിനിങ് വാളാക്കി മാറ്റേണ്ടി വരും. അപ്പൊ ഇത്രയും വലിയ ഒരു സ്ഥലത്ത് ഒരു അങ്ങനെ സോയിൽ നെയിലിംഗ് മതി എന്ന് തീരുമാനിച്ച് അത് അതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് കോമ്പറ്റൻസ് കയറി. സർക്കാരിന്റെ എഞ്ചിനീയറാണ് അതിന്റെ സോയിൽ നെയിലിംഗ് തന്നെ അതിന്റെ ശാസ്ത്രീയമായ രീതിയിലല്ല ചെയ്തത് എന്നുള്ള ആക്ഷേപവും വരുന്നുണ്ട്. കാരണം അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോ അതല്ലല്ലോ ഇപ്പൊ പറയേണ്ടത്. പറയേണ്ട ആള് ഞാനല്ല. അത് ടെക്നിക്കലായിട്ടുള്ള പരിശോധനകൾ നടക്കട്ടെ, അത് അപ്പോഴാണ് പറയുന്നത്. പക്ഷെ ദേശീയപാത നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് സോയിൽ നെയിലിംഗ് ചെയ്തൊക്കെ എവിടെയാണ് വടകര പ്രദേശത്ത് കണ്ടത്, അവിടെ അത് നിൽക്കുന്നില്ല. അവിടെ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അപ്പോൾ കുന്നൂർ മലയിലൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്ത സ്ഥലത്ത് അത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴ്ത്ത് അതിന്റെ സൈഡിലുള്ള സ്ഥലങ്ങൾ കൂടെ ഇപ്പൊ ഏറ്റെടുക്കേണ്ടി വന്നു. കാരണം അവിടെ ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല. അവരെ മാറ്റി താമസിപ്പിച്ച് അവർക്ക് ഇത്രയും വാടക കൊടുത്ത് അവരുടെ സ്ഥലം ഏറ്റെടുക്കേണ്ടതായിട്ട് വരിക. മുക്കാലിയിൽ ഇത് മൊത്തം ഭിത്തി പോലെ പൊളിഞ്ഞ് റോഡിലേക്ക് വീണു. അതിന്റെ ഓപ്പോസിറ്റ് സൈഡും ഇപ്പൊ കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു വീണു. അപ്പൊ സോയിൽ നെയിലിംഗ് എന്നുള്ളത് വടകരയുടെ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇതിന് നമുക്ക് ചേർന്നതായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് തോന്നിയിട്ടില്ല. തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അഡീഷണൽ എക്യുപ്മെന്റ്സും വരുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും നടക്കട്ടെ. കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തുന്നുണ്ടല്ലോ. ഏതാ കൂടുതൽ നിലവിൽ അതിന് ആംബിൾ ഫോഴ്സസ് നിലവിലുണ്ട്. അഡീഷണൽ വേണമെന്ന് NDRF-ഉം ഇവരും പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ. കരാർ കമ്പനി പറയുന്നത് ഈ അതിലേക്കൊന്നും ഇപ്പം കഴിഞ്ഞാൽ അതിൽ ആളുകളെ അത് അങ്ങനെ ഒരു കാര്യം ഇതുമായി രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ സൂചിപ്പിച്ചു. ആ കാര്യം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും മണ്ണ് പെട്ടെന്ന് എടുക്കുക എന്ന് പറയുന്ന പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും ഇവിടുന്ന് 5 പേരെ കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാവും. ഇത് കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പരിശോധന. സത്യത്തിൽ നടന്നു പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് ചൂരനിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ആ മണ്ണ് അവിടെ കൂട്ടിയിട്ട മണ്ണാണല്ലോ, അതങ്ങനെ സേഫാക്കി വെച്ചായിരുന്നു അവര്. അതിൽ നിന്ന് പെട്ടെന്ന് വെള്ളം തെളിച്ചു, വെള്ളം കൊണ്ട് കക്കി. അതിന് ശേഷം സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും ഒരു പൊട്ടാണ് കേട്ടത്. ഈ പൊട്ടിലാണ് ആ മലയുടെ അരികളിലുള്ള മണ്ണും മരങ്ങളും ഒന്നായിട്ട് കൊണ്ടുപോകും. അതിൽ ഞങ്ങൾ ഓടി. എൻ്റെ കൂടെ ഹോട്ടലിൽ ആളുകളുണ്ടായിരുന്നു, എൻ്റെ കൂടെ വേറെ ഒരുത്തുണ്ടായിരുന്നു. അവന് വീണ് കാലൊക്കെ പൊട്ടുന്നു. ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. അതിന് ശേഷം സ്കൂട്ടിയിൽ നിന്ന് വന്ന് അവർ ആ ടാങ്കർ ലോറി ഇങ്ങോട്ട് തിക്കി, മണ്ണ് തിക്കിയത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. ടാങ്കർ ലോറിൻ്റെ ഡ്രൈവറും രക്ഷപ്പെട്ടു. പിന്നെ അവിടുന്ന് ഓടിയ 2-3 പേര് രക്ഷപ്പെട്ടു. അല്ലാതെ 4-5 ബംഗാളികൾ ആ സ്പോട്ടിൽ അവരവിടെ ഉണ്ടായിരുന്നു. അതിൽ അവർ പെട്ടിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ വീഡിയോയിൽ വളരെ വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി 5 പേരെ കൂടി കണ്ടെത്താനുള്ള പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ഘട്ടത്തിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് പെട്ട ആരെങ്കിലും ഉണ്ടോ. സാധാരണ നിലയിൽ ഇവിടെ നൽകിയ ആളുകളുടെ കണക്കനുസരിച്ച് 18 പേർ എന്ന കണക്ക് പരിശോധിക്കുമ്പോൾ 3 പേര് മരിച്ചതും രക്ഷപ്പെട്ടു പോയതും അടക്കം ബാക്കി 5 പേരാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നാണ് സർക്കാരിന്റെ ഔപചാരികമായിട്ടുള്ള.
എന്നാൽ ഞങ്ങളിപ്പോ നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോ അല്ല, ഇവിടുത്തെ കാര്യങ്ങൾ ടെക്നിക്കലി ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ചുമതലയുള്ള ആളുകളുമാണ് പറയേണ്ടത്. അവരത് പരിശോധിക്കണം. ഞാനിപ്പോൾ കണ്ട കാഴ്ചയിൽ സോയിൽ നെയിലിങ്ങിനെ പറ്റിയൊക്കെ വാക്ക് പറയുന്നത് വടകരയിൽ ദേശീയപാത നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് പുല്ലിയോറ മല, മുക്കാളി, ഈ സ്ഥലങ്ങളിലെല്ലാം സോയിൽ നെയിലിംഗ് വലിയ പരാജയമായിരുന്നു. ഈ 10-12 മീറ്റർ ഈ കമ്പി അകത്തേക്ക് അടിച്ചു കയറ്റി അതിന്റെ ഈ സൈഡിലെ സിമെന്റ് പാളികളെ പോലെ വെച്ചിട്ട് ചെയ്യുന്ന സാധനം അത് ഒന്നിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു വരികയായിരുന്നു. അവസാനം പുല്ലിയോറ മലയിൽ ജനങ്ങൾ സമരം നടത്തി. അത് രണ്ടാമതും ദേശീയപാത അധികൃതർ നടത്താൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ സമരം നടത്തിയിട്ട് സോയിൽ നെയിലിങ്ങിന് MLA-മാരും MP-മാരും ഞങ്ങൾ എല്ലാവരും ഇറങ്ങി നിന്ന് അതിനെ അനുവദിക്കാൻ പറ്റില്ല. കാരണം ഇത് പണി കഴിഞ്ഞാൽ പോലും ഇനി നാളെ പൊളിഞ്ഞു വീഴില്ല നമുക്ക് പറയാൻ പറ്റും. പണി കഴിഞ്ഞതാ പൊളിഞ്ഞു വീണു. നിർമ്മാണത്തിൽ ഇരുന്നുകൊണ്ടിരുന്നതും അടർന്നു വീണു, പണി കഴിഞ്ഞതും അടർന്നു വീണു. പിന്നെ ഇവർ കഴിഞ്ഞു പോയിട്ടേ പിന്നെ ഇത് വീഴൂലെന്ന് എന്തെങ്കിലും പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവസാനം IIT എന്നൊക്കെ പരിശോധന, ഞാൻ ഗഡ്കരി മിനിസ്റ്റർക്ക് പരാതി കൊടുത്ത് അവിടുന്ന് പരിശോധനയ്ക്ക് ടീമിനെ അയച്ച് അവർ വന്ന് പരിശോധനയൊക്കെ നടത്തിയതിന് ശേഷം ഇനി സോയിൽ നെയിലിംഗ് ദേശീയപാതയുടെ സൈഡിൽ റീറ്റെയിനിങ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് പകരം അവിടെ കോൺക്രീറ്റ് റീറ്റെയിനിങ് വാള് തന്നെ കെട്ടാൻ തീരുമാനമെടുത്തതാണ്. ഒരു രക്ഷാപ്രവർത്തനം ഞങ്ങൾ ഇന്നലെ രാത്രി തീരുമാനിച്ച് ഇന്ന് 4 മണിക്ക് മുമ്പ് അത് നമ്മൾ റോഡ് ഓപ്പൺ ചെയ്യും. രാവിലെ അത്രയും തീവ്രമായി പോയതാണ്. പക്ഷെ ഇന്ന് രാവിലെ മുതലുള്ള മഴ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരത്തിന് മുമ്പ് രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഇന്നലത്തെ ചർച്ചയിൽ മുഴുവൻ എല്ലാവരും പങ്കുവച്ചത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ അതിന് പ്രതികൂലമായ ഒരവസ്ഥ ഇവിടെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് മണ്ണ് ഇവിടെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിനാവശ്യമായ വെഹിക്കിൾസും ഹിറ്റാച്ചിയും JCB എല്ലാം ഇവിടെ ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കണ്ടെയ്നർ ഒന്ന് അതിൻ്റെ അകത്തുണ്ടെന്നാണ്. പക്ഷെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുമെന്ന് അവരെല്ലാം പഠിച്ചതിന്റെ ശേഷമാണുള്ളത് തുടങ്ങിയത്. അതിന് സപ്പോർട്ട് എല്ലാം ചെയ്തിട്ടാണല്ലോ. പക്ഷെ ഈ മണ്ണ് കൂട്ടിയിട്ടതിൽ ഞങ്ങൾ പ്രതിഷേധിച്ചിരിക്കണം. കാരണം മണ്ണ് ഇങ്ങനെ കൂട്ടിയിടരുത്. കാരണം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ ദോഷം ചെയ്യും. കാരണം മെയിൻ പുഴകളാണ് ഇവിടെ ഉള്ളത്. അത് ഒന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തൊക്കെ അപകടം ചെയ്യും എന്ന് പറഞ്ഞപ്പോഴാണ് അവരെന്താക്കിയത്, ഈ ദാർപ്പായി കൊടുന്ന് അതിൽ അടിച്ചത്. അങ്ങനെ നമ്മളല്ല, ഞാനല്ലാത്ത പല ആളുകളും ഇവിടെയുള്ള എന്നെക്കാളും വയസ്സിന് മൂത്തവരൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതവർ പറഞ്ഞ് ഞങ്ങൾ ഇതിനും വലിയ പണിയെടുത്താണ്, അതൊക്കെ സേഫ്റ്റിയാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ അത്തരം ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത്, പരിശോധിച്ച് അതിന് കോമ്പറ്റന്റ് ആയിട്ടുള്ള ആളുകൾ മറുപടി പറയേണ്ടതുമാണ്. അവരത് പരിശോധിച്ച് മറുപടി പറയട്ടെ. സോയിൽ നെയിലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ പ്രകൃതിക്കോ കാലാവസ്ഥക്കോ ചേർന്നതല്ല എന്നുള്ളത് അനുഭവം കൊണ്ടുണ്ടായതാണ്. പെടുത്തിയതാണ് ആ ശ്രദ്ധയിൽപ്പെടുത്തിയതും പിന്നെ അതിന് ശേഷം ഉണ്ടായ തീരുമാനം പരിശോധിച്ച് മനസ്സിലാവും നമുക്ക്. പിന്നെ സോയിൽ നെയിലിംഗ് പുതുതായിട്ട് ചെയ്യുന്നില്ല. അവിടെ പിന്നെ റിട്ടൈനിങ് വോളാണ് സൈഡ് പ്രൊട്ടക്ഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അത് ഇതൊരു സക്സസ്ഫുൾ മോഡൽ ആയിരുന്നെങ്കിൽ അല്ലാത്ത ചില പ്രദേശത്ത് അത് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനെ സംബന്ധിച്ചും ആശങ്കയുണ്ട്. ഞാൻ പറയുന്നു അതും പഠിക്കേണ്ടതാണ്. കാരണം പണി പൂർത്തീകരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അത് സുരക്ഷിതമായിക്കോണമെന്നില്ല. അപ്പൊ ആ സ്ഥലങ്ങളിൽ ഇപ്പൊ ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് ഈ കൂടുതൽ പ്രയാസം ആളുകൾക്ക് ഇല്ലാതിരിക്കാൻ അത് പഠിക്കേണ്ടതാണ്. അതിൻ്റെ അടുത്ത് അവിടെ വണ്ടി വരുന്നുണ്ട്, സൈഡാക്കി കൊടുത്തിട്ടാ.